കോഴ ആരോപണങ്ങൾക്കിടെ വടക്കാഞ്ചേരിയിൽ നാടകീയ രംഗങ്ങളുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയതിനിടെ ജാഫർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. ഈ നാടകീയ രംഗങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജെയ്സൺ ചാമവളപ്പിൽ ചേരുകയാണ്. ജെയ്സൺ, കുതിര കച്ചവടം, കോഴ ആരോപണം, അങ്ങനെ ചെറിയ ആരോപണമല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് UDF ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതും BJP രീതിയിലുള്ള പ്രവർത്തനം എന്നാണ് പറയുന്നത്. പക്ഷേ ജാഫറിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. താൻ അങ്ങനെ ഒരു പൈസയും മേടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഈ ശബ്ദ സന്ദേശമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ വോട്ട് അങ്ങ് മാറിപ്പോയി, അത് ബോധപൂർവമല്ല എന്നാണ് ജാഫറിന്റെ വാദം. എന്തൊക്കെ നാടകീയമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ജെയ്സൺ? റോഷ്നി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 7 UDF-ഉം 7 LDF എന്നതായിരുന്നു കക്ഷിനില. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വരേണ്ട സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ജാഫർ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഇതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത്. തലേ ദിവസം ജാഫർ കോൺഗ്രസിന്റെ നേതാക്കളോട് ഫോണിൽ സംസാരിച്ചത് 50 ലക്ഷം രൂപയാണ് തനിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം 50 ലക്ഷം രൂപ വാങ്ങി തന്റെ ജീവിതം സെറ്റിലാക്കാൻ തീരുമാനിച്ചു എന്നാണ് തലേ ദിവസം കോൺഗ്രസ് നേതാക്കളോട് ജാഫർ വ്യക്തമാക്കിയത്. ഇതിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നു. ഇതിനുശേഷമാണ് വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ജാഫർ അവസാനം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജാഫർ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ അഭയം തേടിയിരിക്കുകയാണ്. പാവർട്ടി പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെങ്കിടങ്ങി വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായി. അതിനിടെ ബൈക്കിൽ കയറി ജാഫർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിപ്പോൾ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ സുരക്ഷയിൽ കഴിയുകയാണ്. ഏതായാലും ജാഫർ എല്ലാം നിഷേധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ജാഫർ ഇനി വ്യക്തമായ മറുപടി നൽകാത്ത ഒരു കാര്യമുണ്ട്. ഏത് മാനസികാവസ്ഥയിലാണ് LDF സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച താൻ വോട്ട് ചെയ്തതെന്ന് ജാഫർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ CPM പ്രവർത്തകരാരോ CPM നേതാക്കളോ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല, തനിക്ക് ഒരു രീതിയിലുള്ള ഓഫറും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ഒരാൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നതിനുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ: തനിക്ക് തെറ്റുപറ്റിയിൽ തനിക്ക് ഖേദമുണ്ട്, കുറ്റബോധമുണ്ട്. പക്ഷേ എന്താണ് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമാക്കില്ല. അതിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട് എന്നാണ് ജാഫറിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പിടിവള്ളിയായിരിക്കുന്നു. തൃശൂർ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെട്ടി വിവാദം ഉയർന്നപ്പോഴും മറ്റത്തൂർ പഞ്ചായത്തിലെ വിഷയം നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് വലിയ പ്രതിരോധത്തിൽപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഉപരിയായി ഒരു ഓഡിയോ സന്ദേശം തന്നെ പുറത്തു വരുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിച്ച ജാഫറിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. ഇതിന്മേൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KPCC ജനറൽ സെക്രട്ടറിയായ അനിൽ അക്രയാണ് സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഫറിനോട് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. പക്ഷേ പ്രാഥമികമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത്തരം നടപടിയിലേക്ക് പോകൂ. ഒരു കാര്യം വ്യക്തമാണ്: ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അറിയാതെ കൈയബദ്ധം പറ്റിയതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന സംഭവങ്ങളെല്ലാം. തലേ ദിവസം നാളെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞ ജാഫർ പിറ്റേ ദിവസം ആ ട്വിസ്റ്റ് വ്യക്തമായി നടപ്പാക്കുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ജാഫറിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്. ആ സംശയം ദൂരീകരിക്കാൻ ഇപ്പോഴും ജാഫറിനായിട്ടില്ല. രോഷ്നി, അതാണ് ചില ചോദ്യങ്ങൾക്ക് ജാഫർ നൽകിയത് കൃത്യമായ ഉത്തരങ്ങളല്ല. അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കട്ടെ എന്നാണ് പറയുന്നത്. താൻ എന്തായാലും അങ്ങനെ കൂറുമാറി ബോധപൂർവം വോട്ട് ചെയ്തിട്ടില്ല എന്ന് ജാഫർ ആവർത്തിക്കുമ്പോൾ ഇത് കോൺഗ്രസിന് ജെയ്സൺ പറഞ്ഞതുപോലെ ഒരു പിടിവള്ളിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ LDF ഇതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക?